ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ കയ്യിൽ കുറച്ചധികം ബീഡ്സ് ഉണ്ട്. ഞാൻ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ബ്രേസ്ലെറ്റ്, മാല ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങി വെച്ചതായിരുന്നു. ഞാനെല്ലാം കൂടെ ഇതുപോലത്തെ ഒരു വലിയ ബോട്ടിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോട്ടിൽസിലൊക്കെ ആയിട്ട് കുറച്ചധികം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല നീറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടില്ലേ, ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടാക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷെ അതിന് പറ്റിയൊരു ബോക്സ് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിന് പറ്റിയൊരു ബോക്സ് കിട്ടിയത്. ഇതിപ്പോൾ വാങ്ങാൻ വലിയ റേറ്റ് ഒന്നുമില്ല, നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടാവുന്നതാണ്. പക്ഷെ ഞാനൊരു ക്രാഫ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒന്നും കൂടെ സന്തോഷം. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബീഡ്സ് സ്റ്റോറേജ് ബോക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പോലത്തെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ ഉള്ളൊരു ബോക്സ് വേണം. ഒത്തിരി ഹൈറ്റ് ഒന്നും ഇല്ലാത്ത, ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഏകദേശം ഇതുപോലത്തെ ഹൈറ്റുള്ള, അല്ലെങ്കിൽ ഇതിൽ കുറവായാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കൂടരുത്, എന്നാൽ ഒരുപാട് കുറയാനും പാടില്ല. അതുപോലത്തെ ഒരു ബോക്സ് എടുക്കുക. ഇതിപ്പോൾ സൈഡ് ഭാഗം ഓപ്പൺ ആക്കുന്ന ഒരു ബോക്സാണ്, അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ രണ്ട് ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ബോക്സ് ഇടുമ്പോൾ 4 ഭാഗങ്ങളില്ല, അതിൽ നമുക്ക് 3 ഭാഗങ്ങളൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം. ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ 2 സൈഡും. ബാക്കിൽ നമ്മൾ ഓപ്പൺ ആക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിലായിരിക്കണം. ഞാനിപ്പോൾ എടുത്ത ബോക്സിൽ 2 സൈഡ് ഭാഗത്താണ് ഓപ്പൺ വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് ഗ്ലൂ തേച്ചിട്ടൊന്ന് ക്ലോസ് ആക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങളെടുത്ത ബോക്സ് ടൈപ്പ് എങ്ങനത്താണോ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടും ക്ലോസ് ചെയ്തിട്ടൊക്കെ ചെയ്താൽ മതി. നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് രൂപത്തിലാകുന്ന ഫൈനലായിട്ട് ലുക്ക് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ എങ്ങനെയൊക്കെയാണ്, ഏത് ഭാഗത്താണ് ഓപ്പൺ ആക്കേണ്ടത്, ക്ലോസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റണം. എന്നിട്ട് നമ്മൾ ഓപ്പണും ക്ലോസും ആക്കുന്നില്ല, അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 2 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 സൈഡിലും 2 ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ 2 ഇഞ്ച് ഭാഗം മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി സെൻറ്റർ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ മുകളിൽ സെൻറ്ററിൽ ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മളുടെ ബോക്സിൻ്റെ കട്ടിങ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഫൈനൽ ലുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് നല്ല കളർ പേപ്പറായിട്ട് ഒന്ന് കവർ ചെയ്തിട്ടെടുക്കണം. കളറൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ. ഇതുപോലെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് DIY വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ള ഫാമിലി, ഫ്രണ്ട്സ് അവരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നല്ല നീറ്റായിട്ട് തന്നെ കവർ ചെയ്തിട്ട് എടുക്കാൻ നോക്കണം. പിന്നെ ബോക്സിൻ്റെ ഉൾഭാഗം കവർ ചെയ്യണമെന്നില്ല, ഇനി ചെയ്തെന്ന് വെച്ചിട്ടും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ബോക്സിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തില്ലേ, അവിടെ കവർ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഫുൾ പേപ്പർ ഇപ്പോൾ ഞാൻ ഒട്ടിച്ച് കൊടുത്ത പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഭാഗം വിട്ടിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ വിട്ട ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുക. എന്നിട്ട് അത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നീറ്റായിട്ട് അവിടെ ഒന്ന് മടക്കി കൊടുക്കാൻ, കവർ ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, സ്ക്വയറിൽ കിട്ടില്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം നമ്മളെ ബോക്സ് അടിപൊളിയായിട്ട് നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട ലുക്കും ഈ ലുക്കും ഒരുപാട് മാറ്റമുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണം. അത് നമുക്ക് ഈ ഓപ്പൺ ആക്കിയതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സൈസ് നോക്കിയിട്ട് ആദ്യം തന്നെ കറക്റ്റ് മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇതുപോലത്തെ നീളത്തിലുള്ള 2 കാർഡ്ബോർഡിൻ്റെ പീസും അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ സൈസിലുള്ള 9 പീസും. ഞാനിപ്പോൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് പറയാത്തത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുന്ന കാർഡ്ബോർഡ് ബോക്സിൻ്റെ സൈസിനനുസരിച്ചായിരിക്കും നമ്മൾ ഇത് എടുക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിക്കാനാണ്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇത് തിരിക്കാൻ പറ്റും.
ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ആവശ്യം അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ആദ്യം നമുക്ക് കട്ട് ചെയ്ത പീസുകളൊക്കെ ഒന്ന് നീറ്റായിട്ട് കവർ ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുന്നേ തന്നെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സൈസൊക്കെ നോക്കി മെഷർ ചെയ്ത് കറക്റ്റ് സൈസിൽ വേണം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ വൈറ്റ് A4 പേപ്പർ കൊണ്ടാണ് കവർ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ കയ്യിലുള്ള പിങ്ക് കളറ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വൈറ്റ് എടുത്തത്. അപ്പം നിങ്ങൾ ഏത് കളർ പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് സെയിം കളർ തന്നെ എടുത്താൽ മതി. ഇനിയിപ്പോൾ വൈറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. എല്ലാം കവർ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ പെൻസിൽ വെച്ചിട്ട് എവിടെയാണ് വെക്കേണ്ടതെന്നൊന്ന് മാർക്ക് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക. അതുപോലെ വീതിയും നീളവും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു സൈഡിൽ ഇതുപോലെ വേണ്ട, ഒരു സൈഡിൽ മാത്രം മതി, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതുപോലത്തെ 2 ബീഡ്സ് വേണം. നല്ല ഭംഗിയുള്ള ബീഡ്സ് തന്നെ എടുക്കാൻ നോക്കുക. ഇനി നമുക്കത് ബോക്സിൻ്റെ 2 സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. രണ്ടും ഒരേ ലെവലിൽ വേണം കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ. ബോക്സിൻ്റെ ഒരുപാട് താഴേക്ക് പോവരുത്, സെൻറ്ററിലാവരുത്. ബോക്സ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചില്ല, അവിടെ നമുക്കൊന്ന് നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ വൈറ്റ് കളർ തന്നെ ഞാൻ അവിടെ ഒന്ന് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ച് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് പേപ്പർ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കുന്ന ഭാഗത്ത് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ 2 സൈഡിലും നമ്മളൊന്ന് റിബൺ വെച്ചിരുന്ന് അതിൻ്റെ മുകളിലായിട്ട് വേണം നമുക്ക് ഈ വൈറ്റ് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ. ഇനി നമുക്ക് റിബൺ ഇല്ലെങ്കിൽ അധികം തിക്നെസ് ഒന്നും ഇല്ലാത്ത നമ്മളെ ഹെയറിൽ ഇടുന്ന ബണ്ണില്ലേ, അതായാലും മതി. നമുക്ക് ഇതുപോലെ ബീഡ്സിൽ ഇതുപോലെ ക്ലോസ് ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നീറ്റാക്കി എടുത്ത് ഇനി മുകൾ ഭാഗം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അത് ഞാൻ ചെറിയൊരു സ്റ്റോണിൻ്റെ ചെയിൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലത്തെ ഗോൾഡിൻ്റെ സ്റ്റോൺ ചെയിൻ ഇല്ലെങ്കിൽ ചെറിയ ഹാഫ് ബീഡ് ഉണ്ടാവില്ല വൈറ്റ്, അതായാലും മതി. അല്ലെങ്കിൽ ചെറിയ ഗോൾഡിൻ്റെ ബീഡ്സ് ഉണ്ടാവില്ല, അതായാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭംഗി ഏതാ തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോക്സിൻ്റെ ഫൈനൽ ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ആദ്യം കണ്ടപ്പോഴുള്ള ലുക്കും ഇപ്പോൾ ഉള്ള ലുക്കും നിങ്ങൾക്ക് നന്നായിട്ട് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. നല്ല നീറ്റായിട്ട് ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെറുതെ കത്തിച്ച് കളയാൻ പോയൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സാണ്. അതാണ് നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് മാറ്റിയെടുത്തിട്ടുള്ളത്. അതും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പം നിങ്ങളടുത്ത് ഇതുപോലത്തെ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ വലിച്ചെറിയാതെ ഇതുപോലത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളടുത്ത് ഇതുപോലത്തെ ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.